ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, കോഴിക്കോട് 1, മലപ്പുറം 3, അങ്ങനെയാണ് ആ മണ്ഡലത്തിന്റെ ഒരു ഘടന. ഏകദേശം 45% മുസ്ലിം വോട്ടുണ്ട്. അവിടെ 40% എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാകണം രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പിന്നീട് പരിഗണിക്കുന്ന പേരുകൾ MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, എന്തിന് നമ്മുടെ ഷമാ മുഹമ്മദിന്റെ പേര് പോലും കേൾക്കുന്നുണ്ട്. ഇതിന് മുൻപുണ്ടായിരുന്നത് ഷാനവാസ്. അപ്പോൾ ആ മണ്ഡലത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് കോൺഗ്രസിന് UDF നന്നായി അറിയാം. എന്നിരുന്നിട്ട് കൂടി ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ ആവശ്യപ്പെട്ടിട്ട് പോലും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതല്ലല്ലോ അസിത. ഇത് ഏറെക്കാലമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് രാഷ്ട്രീയ ആവശ്യമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പക്ഷേ എന്താണ് നടക്കാത്തത്? ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സേനാപതി വേണു പറഞ്ഞത് LDF ചില ഘടകകക്ഷികളുടെ അവകാശവാദമാണ്. ശ്രീ സേനാപതി, താങ്കളത് പറയുന്നതിനോട് അത് പറയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. CPM 15 സീറ്റിൽ മത്സരിക്കുന്നു. 4 സീറ്റിൽ മത്സരിക്കുന്നത് ഘടകകക്ഷിയ CPI ആണ്. പിന്നെ അടുത്തൊരു സീറ്റിൽ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ആണ്. തിരിച്ച് UDF 20 സീറ്റിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? എത്ര സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? എത്ര സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത്? എത്ര സീറ്റിലാണ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്നത്? ഇത് മാത്രം നോക്കിയാൽ പോരെ. എവിടെയാണ് പിന്നെ ഡിസ്പാരിറ്റി ഉള്ളത്? ഒരു പ്രാതിനിധ്യ സ്വഭാവം പോലും കൊടുക്കാൻ തയ്യാറാവാത്ത എവിടെയാണ്? അത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമല്ലേ UDF അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ആ അവകാശവാദത്തിന് തീർച്ചയായും പ്രസക്തമായ അവകാശവാദം തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അടക്കം ആ നിലപാടിനെ അക്നോളജ് ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ്, പക്ഷേ മുന്നണി ബന്ധമാകുമ്പോഴത്തേക്ക് ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. എത്ര കാലം, എത്രത്തോളം, ആരോടൊക്കെ? ഇതാണ് ചോദ്യം ലീഗ് നേരിടുന്നത്. ആ ചോദ്യം നേരിടുമ്പോൾ അസിത വേറൊരു കാര്യം കൂടിയുണ്ട്. അതൊരു കാലത്തിൻ്റെ കാവ്യനീതി കൂടെയാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. ശ്രീ അബ്ദുള്ളയ്ക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിശ്ചയമായും പറയാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, ലീഗ് അത്യഗാധമായ ഒരു ചില പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭവും കൂടിയാണ് ഇപ്പോൾ. അതിലേറ്റവും നിശ്ചയമായി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സമസ്തയുടേതാണ്. പിന്നെ ഈ EK വിഭാഗവും മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ടുള്ള അങ്ങേയറ്റം വഷളായ ബന്ധം. അത് നേരത്തെ തന്നെ ഇതിനെ സമസ്ത ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇടതുപക്ഷ വിരുദ്ധതയ്ക്ക്, അതിൽ പ്രത്യേകിച്ച് CPM വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടായിരുന്നല്ലോ ദീർഘകാലമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1981 പിളർന്ന് AP വേറൊരു വിഭാഗമായിട്ട് പോയല്ലോ. പിന്നെ എന്നിട്ടാണല്ലോ ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ജിഫ്രി തങ്ങളും അപ്പുറത്ത് കാന്തപുരം AP നിൽക്കുന്നു. അപ്പോൾ അവിടെ എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. പിന്നെ പുതിയതായി പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ ഖാസി കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്, അവരെ തീർത്തും അവഗണിച്ചില്ലാതാക്കുന്നതിന് ശ്രമിക്കുന്നത്, അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി സുന്നികളുടെ ഇടയിൽ വലിയ തർക്കമുണ്ട്. ആ തർക്കത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ടായിട്ട് ഇപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്, കാണിച്ചു തരാം പൊന്നാനി മണ്ഡലത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അതാണ് ഇന്നും ETയുടെ വാക്കുകൾ വന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ET വളരെ എംഫാറ്റിക്കലി പറയുകയാണ്, ഞങ്ങൾക്കത് കിട്ടിയേ തീരൂ, അത് അനിവാര്യമാണ് ലീഗിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നതിൻ്റെ ആന്തരാർത്ഥം ഉള്ളടക്കം ഇതുതന്നെയാണ് പ്രശ്നം. അവരുടെ നിലനിൽപ്പിൻ്റെ കരുത്ത് അല്ലെങ്കിൽ സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നത് കാണേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ലീഗ് എന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാവ്യനീതിയുടെ ഒരു പ്രശ്നം. അതിരിക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് അതെല്ലാം ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. അതൊക്കെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഇവർക്ക് പിന്നെ ഇന്ന് പറഞ്ഞതുപോലെ KPCC പ്രസിഡൻ്റാണ് വ്യക്തമാക്കിയത്, ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരു ധാരണയായി എന്ന് പറയുന്നില്ല, ആലോചനയിലുണ്ട്, ദേശീയ നേതൃത്വം അംഗീകരിച്ചാൽ ഇവിടെ വീണ്ടും ചർച്ച ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു ഡീലുണ്ട് അവിടെ. ആ ഡീൽ എന്താണെന്നുള്ളത് പിന്നെ VD സതീശൻ പറഞ്ഞില്ല, ലീഗ് നേതാക്കളും പറഞ്ഞില്ല. പിന്നെ സ്ലിപ്പ് ഓഫ് ടങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് കരുതിയാൽ പോലും KPCC പ്രസിഡന്റ് വായിൽ നിന്നാണ് നാക്കുപിഴയുടെ ആ ഒരു ചെറിയ അംശം വന്നത്. അപ്പോൾ ഒരു ഡീലുണ്ട്. എന്താണ് ആ ഡീല് എന്നുള്ളത് അറിയാൻ
രാഷ്ട്രീയ കേരളത്തിന് അവകാശമുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, ഇവരെല്ലാ ദിവസവും ഈ രാഷ്ട്രീയ വിഴുപ്പ് അലക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയ കേരളത്തിന് അറിയാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയാൻ ബാധ്യസ്ഥരുമാണ് എന്താണ് ഡീൽ എന്നുള്ളത്. ആ ഡീല് അവർ പറഞ്ഞില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏതായാലും ലീഗിന് ഇതിന് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല.